ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ ഞാനൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈവനിങ് ഞങ്ങൾ ഇത് അപ്പാർട്ട്മെൻറ്റ് താഴെയാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നടക്കാനൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട്, നല്ല രസമാണ്. കുറേ പേരൊക്കെ കാണാം, നമുക്ക് ഈവനിങ് നടക്കാൻ വന്ന് പിന്നെ കുറേ പിള്ളേരെയൊക്കെ കാണാം. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പൂച്ചയെ കണ്ടു. ഈ പൂച്ചയെ കണ്ടപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അപ്പുറത്തിരുന്ന ഒരു അപ്പൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ പൂച്ചയൊക്കെ ഉണ്ടോ എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞൊക്കെ കൊടുത്ത്. ഈ പൂച്ചയുടെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്ത്. അവിടെ ഒരു രാജാവ് നിൽപ്പുണ്ട്, ബ്ലാക്ക് ഉടുപ്പിട്ടിരിക്കുന്നതാണ് രാജാവ്. മടിയൊക്കെ ചൂണ്ടിരിക്കും, ഭീഷണിപ്പെടുത്തോണ്ട് ഇവന് നാണമാണ് നമ്മൾ ഹായ് ഒക്കെ പറയുമ്പോൾ. ഹലോ ചിരിച്ചോണ്ട് ഓടും. അടുത്ത ആള് വരുന്നുണ്ട്. രാജാവ് ഈ കറുത്ത് ഉടുപ്പിട്ട ആളാണ് കേട്ടോ. ഡാൻസ് കളിക്കാൻ വന്ന പെണ്ണ. ഹലോ അവന്റെ മുഖം നോക്കി ഇത്ര സീരിയസ്നെസ്സോ. അവന്റെ മുഖത്തെ ആ സീരിയസ്നെസ് നിങ്ങൾ കാണണം. കുലിക്കാതെ എന്തോ കയ്യൊക്കെ പോകുന്ന ഇത് ചെറുതാക്കുന്ന കമ്പിയടി. ആടി മറ്റുള്ള കമ്പിയാ കണ്ടത്. അല്ലാക്കറിയാം, എനിക്കറിയത്തില്ല. ഇതിനകത്ത് ആരടി? ഓ, ഇതിനകത്ത് രാജാവ്. നാണോ വരുന്നുണ്ട്, സീരിയസ് ആയിട്ട് നിൽക്കുക രാജാവ്. ഇറങ്ങുന്നില്ലേ? എന്തോ തിന്നുണ്ടല്ലേ. മുതലാളി ഓട്ടിച്ചല്ലാതെ പെണ്ണതിനെ ഇടയ്ക്ക് ഏറ്റോട്ടിക്ക് രാജാവ് സ്ഥാനം പറഞ്ഞു തോന്നുന്നു. ഇവര് നമ്മളെ ഫ്രണ്ട്സാണ്. ഇത് സ്വാലിഹ, മറിയം, നമ്മളെ ഫ്രണ്ട്സാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സൺഡേ ആയിരുന്നു. അപ്പം നമുക്കൊന്ന് ചേർച്ചിൽ പോകണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട്, അപ്പോൾ അവളോട് ഞാനാണ് പോയത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറി പോവുകയാണ്. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് പോവുകയാണ്. പിന്നെ നമ്മളെ അപ്പാർട്ട്മെൻറ്റിൽ ഇത്തിരി ഒരു 3 ബസ് കയറി നമുക്ക് ഇറങ്ങണം. അപ്പോൾ നമുക്ക് 2 ബസ്സേ കിട്ടുകയുള്ളൂ. അപ്പം ഒരു ബസ്സിൻ്റെ സ്ഥലത്ത് ഞങ്ങൾ നടന്നാണ് പോയത്. അപ്പോൾ ഇത്തിരി ലെങ്ത്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റായി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്ന് പോവുകയാണ്. പിന്നെ പള്ളിയിൽ ചെന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ പള്ളിയിലൊരു പ്രത്യേകത ഉണ്ട്, നമുക്ക് ഫുഡ് കിട്ടും കഴിക്കാൻ വേണ്ടി. അങ്ങനെ കുറേ സ്വീറ്റ്സും പിന്നെ KFCയും കുറേ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്വീറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ ഡ്രിങ്ക്സ്, കോഫിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പം അവിടെ പൊടി കൊച്ചുങ്ങളൊക്കെ ഉണ്ട്, കുറേ സൺഡേ സ്കൂളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ഇതാണ് പള്ളിയുടെ താഴോട്ട് പോകുമ്പം പള്ളി, മേളിലോട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ സ്കൂളൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇങ്ങനെ വന്നപ്പോഴാണ് അവിടെ 2 ഒട്ടകമൊക്കെ ഇങ്ങനെ പ്രതിമയൊക്കെ കണ്ടത്. സ്റ്റാച്ചു ആയിരുന്നു ഒട്ടകത്തിൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം കടയിൽ കയറി. അപ്പോൾ ഈ ഐസ്ക്രീം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നമ്മളെ ബഡ്ജറ്റ് ഒതുങ്ങാത്തതുകൊണ്ട് നമ്മളത് എടുത്ത് നോക്കിയിട്ട് അങ്ങ് വെക്കും. എന്തെങ്കിലും ഒരിക്കലും അത് മേടിച്ച് കഴിക്കും.
അങ്ങനെ നമ്മൾ ഈ 2 ചോക്കോബാറൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് ഉണ്ട്, പല പല വെറൈറ്റീസ്. അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്യണം. പക്ഷെ നമ്മളെ ബഡ്ജറ്റ് ഒതുങ്ങാത്ത കുറേ ഐസ്ക്രീംസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കോസിങ്കയിൽ നിന്ന് വരുന്ന സൂപ്പർ മാർക്കറ്റിലാണ് കയറിയത്. പിന്നെ നമ്മൾ സെൽഫായിട്ട് തന്നെയാണ് ബില്ലടിച്ചിറങ്ങിയത്. നമുക്ക് സെൽഫായിട്ട് ഇവിടെ ചെയ്യാം. ബില്ലടിക്കുന്ന കൗണ്ടറിലൊക്കെ നല്ല തിരക്കായാലും നമുക്കിങ്ങനെ ചെയ്യാം. നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ബില്ലടിക്കുന്ന കൗണ്ടർ നല്ല തിരക്കായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടിച്ചിട്ട് ഇറങ്ങാം. കാർഡ് ഇതാക്കി കൊടുത്താൽ മതി. അവർ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് അതിൽ തന്നെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബില്ലൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ ചോക്കോബാറൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ 7000 സോംസാണ് ഈ ഐസ്ക്രീമിന്. എന്ന് വെച്ചാൽ നാട്ടിലൊരു 50 രൂപ 40 രൂപ അത്രയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.